നിങ്ങളുടെ ലേറ്റസ്റ്റ് സ്കാനിങ്ങിൽ ലോ ലേയിങ് പ്ലാസൻഡ എന്ന് കേട്ടോ? ഒരുപക്ഷേ അതുകൊണ്ടായിരിക്കാം നിങ്ങളിവിടെ എത്തിയത്. എങ്കിൽ ഒട്ടും പേടിക്കേണ്ട, നിങ്ങൾ ശരിയായ സ്ഥലത്താണ്. നമുക്കിതിനെക്കുറിച്ച് വളരെ ലളിതമായി സംസാരിക്കാം. അല്ലേ, ഗർഭകാലത്തിങ്ങനെ ഓരോ പുതിയ മെഡിക്കൽ വാക്കുകൾ കേൾക്കുമ്പോൾ ഒരു ചെറിയ ടെൻഷൻ വരുന്നത് സ്വാഭാവികമാണ്. പക്ഷെ വിഷമിക്കേണ്ട, ഇത് എന്താണ്, എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, ഇനി എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെ നമുക്ക് വളരെ ലളിതമായിട്ടൊന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഈ പ്ലാസൻഡ? വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഗർഭപാത്രത്തിനുള്ളിലെ കുഞ്ഞിന്റെ ഒരു ലൈഫ് സപ്പോർട്ട് സിസ്റ്റമാണ് ഈ പ്ലാസൻഡ. അതായത് കുഞ്ഞിന് വളരാൻ വേണ്ട ഓക്സിജനും പോഷകങ്ങളുമൊക്കെ അമ്മയിൽ നിന്ന് എത്തിച്ചു കൊടുക്കുന്ന ഒരു അത്ഭുത അവയവം. ശരി, അപ്പോൾ ലോ ലേയിങ് എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുൻപ് പ്ലാസൻഡ സാധാരണയായി എവിടെയൊക്കെയാണ് കാണുന്നത് എന്ന് നമുക്ക് നോക്കാം, അല്ലേ? നോക്കൂ, പ്ലാസൻഡയ്ക്ക് ഗർഭപാത്രത്തിന്റെ ഏതു ഭാഗത്ത് വേണമെങ്കിലും അറ്റാച്ച് ചെയ്യാം. സാധാരണയായി ഇതൊന്നെങ്കിൽ മുൻവശത്തെ ഭിത്തിയിൽ വരും, അതിനെ നമ്മൾ ആന്റീരിയർ എന്ന് പറയും, അല്ലെങ്കിൽ പിൻവശത്തെ ഭിത്തിയിൽ വരും, അതാണ് പോസ്റ്റീരിയർ. ഇതിൽ ഏതാണെങ്കിലും പേടിക്കേണ്ട, ഇവയെല്ലാം തികച്ചും നോർമലും ഹെൽത്തിയുമായിട്ടുള്ള പൊസിഷനുകളാണ്. ഇനിയിപ്പോ ആന്റീരിയറും പോസ്റ്റീരിയറും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ശരിക്കും കാര്യമായൊന്നുമില്ല. ഒരേ ഒരു കാര്യം, പ്ലാസൻഡ മുൻവശത്താണെങ്കിൽ, അതായത് ആന്റീരിയർ ആണെങ്കിൽ, അത് നിങ്ങളുടെ വയറിനും കുഞ്ഞിനുമിടയിൽ ഒരു കുഷൻ പോലെ ആവും. അപ്പോൾ ചിലപ്പോൾ കുഞ്ഞിന്റെ ചലനങ്ങളൊക്കെ അറിയാൻ കുറച്ചൊന്ന് വൈകിയേക്കാം, അത്രയുള്ളൂ. അത് തികച്ചും നോർമലാണ്, അതിൽ പേടിക്കാനായിട്ടൊന്നുമില്ല. ശരി, അപ്പോൾ നമുക്ക് നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് വരാം. എന്താണ് ഈ ലോ ലേയിങ് പ്ലസൻഡ? സ്കാനിൽ ഇങ്ങനെ പറയുമ്പോൾ ഡോക്ടർമാർ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമുക്ക് നോക്കാം. ഇത് മനസ്സിലാക്കാനൊരു എളുപ്പവഴിയുണ്ട്. നമ്മുടെ ഗർഭാശയമുഖം, അതായത് സെർവിക്സ്, കുഞ്ഞിന് പുറത്തേക്ക് വരാനുള്ള ഒരു എക്സിറ്റ് ഡോറാണെന്ന് വിചാരിക്കുക. അപ്പോൾ പ്ലാസൻഡ ഈ എക്സിറ്റ് ഡോറിനോട് എത്ര അടുത്താണ് അല്ലെങ്കിൽ എത്ര ദൂരെയാണ് എന്നതിനെ ആശ്രയിച്ചിരിക്കും കാര്യങ്ങൾ. അപ്പോൾ ഇതാണ് അതിന്റെ കറക്റ്റ് ഡെഫിനിഷൻ. നിങ്ങളുടെ സ്കാനിൽ പ്ലാസൻഡയുടെ ഏറ്റവും താഴെയുള്ള അറ്റം നമ്മൾ നേരത്തെ പറഞ്ഞ ആ എക്സിറ്റ് ഡോറിൽ നിന്ന് 2 സെന്റിമീറ്ററിനുള്ളിലാണെങ്കിൽ അതിനെയാണ് ഡോക്ടർമാർ ലോ ലയിങ് പ്ലാസൻഡ എന്ന് വിളിക്കുന്നത്. അത്രയുള്ളൂ. ഇനി ലോ ലയിങ് അല്ലാതെ നിങ്ങൾ കേൾക്കാൻ സാധ്യതയുള്ള മറ്റൊരു വാക്കാണ് പ്ലാസൻഡ പ്രീവിയ. ഇത് കുറച്ചുകൂടി ശ്രദ്ധ വേണ്ട ഒരു കണ്ടീഷനാണ്. ഇവിടെ പ്ലാസൻഡ ആ എക്സിറ്റ് ഡോറിന് അടുത്തല്ല, പകരം ആ ഡോറിനെ ഭാഗികമായോ അല്ലെങ്കിൽ പൂർണ്ണമായി തന്നെയോ ബ്ലോക്ക് ചെയ്താണ് ഇരിക്കുന്നത്. അപ്പോൾ ആ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കണം. നിങ്ങൾക്ക് ലോ ലേയിങ് പ്ലാസൻഡ എന്ന ഡയഗ്നോസിസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വിഷമിക്കണ്ട, കാരണം ഇനി പറയാൻ പോകുന്നത് ഒരു നല്ല വാർത്തയാണ്. മിക്കവാറും കേസുകളിലും ഇത് തനിയെ ശരിയാവാറാണ് പതിവ്. അതെങ്ങനെയാണെന്നല്ലേ? ഗർഭകാലം മുന്നോട്ടു പോകുന്തോറും നമ്മുടെ ഗർഭപാത്രം വലുതായിക്കൊണ്ടിരിക്കുമല്ലേ? ഒരു ചെറിയ പഴത്തിന്റെ വലുപ്പത്തിൽ നിന്ന് അതൊരു ഫുട്ബോളിന്റെ അത്രയുമൊക്കെ വലുതാകും. ഈ വളർച്ച കൂടുതലും നടക്കുന്നത് മുകളിലേക്കാണ്. അപ്പോൾ ഗർഭപാത്രം ഇങ്ങനെ മുകളിലേക്ക് വലുതാവുന്നതിനനുസരിച്ച് അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പ്ലാസൻഡയും സ്വാഭാവികമായും മുകളിലേക്ക് വലിയും, അതായത് സെർവിക്സിൽ നിന്ന് ദൂരേക്ക് മാറും. ഒരു കാര്യം ഓർക്കണം, പ്ലാസൻഡ സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുകയല്ല ചെയ്യുന്നത്. ഗർഭപാത്രം വളരുമ്പോൾ അതുകൂടെ പോകുന്നതാണ്. ഇതിനെയാണ് നമ്മൾ പ്ലാസൻഡൽ മൈഗ്രേഷൻ എന്ന് പറയുന്നത്. ഇനി ഞാൻ പറയാൻ പോകുന്ന കണക്ക് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും ആശ്വാസമാവും. ഏകദേശം 20-ാം ആഴ്ചയിലെ സ്കാനിൽ ലോ ലയിങ് പ്ലാസൻഡ എന്ന് കണ്ടെത്തുന്നവരിൽ 90% കേസുകളിലും പ്രസവ സമയമാവുമ്പോഴേക്കും ഈ പ്ലാസൻഡ മുകളിലേക്ക് മാറി ഒരു സേഫ് പൊസിഷനിലെത്തിയിട്ടുണ്ടാവും. അതെ, 90%. അപ്പോൾ ഇത് തനിയെ ശരിയാകാനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. അപ്പോൾ ഇതിന്റെ ഒരു ടൈം ലൈൻ സാധാരണയായി ഇങ്ങനെയാണ്. 20-ാം ആഴ്ചയിലെ സ്കാനിൽ പ്ലാസൻഡ താഴെയാണെന്ന് കാണുന്നു. പിന്നെ അടുത്ത കുറച്ചാഴ്ചകൾ കൊണ്ട് ഗർഭപാത്രം വളരുന്നു, അതോടൊപ്പം പ്ലാസൻഡയും മുകളിലേക്ക് നീങ്ങുന്നു. ഇത് സംഭവിച്ചോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഡോക്ടർ സാധാരണയായി 32 മുതൽ 34 ആഴ്ചകൾക്കിടയിൽ ഒരു ഫോളോ അപ്പ് സ്കാൻ ചെയ്യാൻ പറയും. പക്ഷേ വളരെ ചെറിയൊരു ശതമാനം കേസുകളിൽ ചിലപ്പോൾ പ്ലാസൻഡ മുകളിലേക്ക് മാറില്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്ത് സംഭവിക്കും? എന്തിനാണ് ഡോക്ടർമാർ ഇതിന്റെ സ്ഥാനം ഇത്ര ശ്രദ്ധയോടെ നിരീക്ഷിക്കുന്നത്? നമുക്ക് നോക്കാം. അതെ, അപ്പം നിങ്ങളുടെ മനസ്സിൽ സ്വാഭാവികമായും ഒരു ചോദ്യമുണ്ടാകും. ഈ പ്ലാസൻഡ മുകളിലേക്ക് നീങ്ങാത്ത ആ ബാക്കി വരുന്ന 10%-ത്തിൽ ഞാൻ പെട്ടുപോയാൽ എന്തു ചെയ്യും? കാര്യം സിമ്പിളാണ്. കുഞ്ഞിന് പുറത്തു വരാനുള്ള ആ എക്സിറ്റ് ഡോർ ക്ലിയർ ആയിരിക്കണം. പ്ലാസൻഡ ആ വഴി ഭാഗികമായോ പൂർണ്ണമായോ അടയ്ക്കുകയാണെങ്കിൽ, അതായത് പ്ലാസൻഡ പ്രീവിയ ഉണ്ടെങ്കിൽ, നോർമൽ ഡെലിവറി ശ്രമിക്കുന്നത് അമ്മയ്ക്കും കുഞ്ഞിനും റിസ്ക്കാണ്. കാരണം അമിതമായി ബ്ലീഡിംഗ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത്തരം സാഹചര്യങ്ങളിലെ ബ്ലീഡിംഗ് ഒഴിവാക്കാനും അമ്മയുടെയും കുഞ്ഞിന്റെയും സുരക്ഷ ഉറപ്പാക്കാനുമുള്ള ഏറ്റവും നല്ല മാർഗം സിസേറിയനാണ്. ശരി, അപ്പോൾ നിങ്ങൾക്ക് ലോ ലേയിങ് പ്ലാസൻഡ ഉണ്ടെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം, എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന് നോക്കാം. നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട്: വേദനയില്ലാത്ത ബ്ലീഡിംഗ്. അത് ചെറിയൊരു സ്പോട്ടിംഗ് പോലെയാണെങ്കിൽ പോലും ഒട്ടും താമസിക്കാതെ നിങ്ങളുടെ ഡോക്ടറെയോ അല്ലെങ്കിൽ അടുത്തുള്ള ആശുപത്രിയിലോ അറിയിക്കണം.
പേടിച്ചു മിണ്ടാതിരിക്കരുത്. ഉടനെ തന്നെ മെഡിക്കൽ സഹായം തേടുക എന്നതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നുകൂടി ഓർക്കാം. 1. നിങ്ങൾക്കൊരു ഫോളോ അപ്പ് സ്കാൻ ഉണ്ടാകും, മിക്കവാറും 32-34 ആഴ്ചകൾക്കിടയിൽ. അതിലൊരു നല്ല വാർത്ത കേൾക്കാനാണ് സാധ്യത. 2. ഡോക്ടർ എന്തെങ്കിലും പ്രത്യേക മുൻകരുതലുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഭാരമുള്ള ജോലികൾ ചെയ്യരുത് എന്നോ മറ്റോ, അത് കൃത്യമായി പാലിക്കുക. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതൊരു രോഗമല്ല, പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങളുടെ ഡോക്ടർമാർ നിരീക്ഷിച്ച് മാനേജ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ മാത്രമാണ്. അതുകൊണ്ട് ഒന്നുകൂടി ഓർക്കുക, പ്ലാസന്റയുടെ സ്ഥാനമെന്ന് പറയുന്നത് ഒരു ശാരീരിക യാഥാർത്ഥ്യം മാത്രമാണ്, അതൊരു അസുഖമല്ല. മിക്കവാറും കേസുകളിലും സമയം കൊണ്ട് ശരീരം തന്നെ അത് ശരിയാക്കും. അഥവാ ശരിയായില്ലെങ്കിൽ പോലും നിങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞിനും ഏറ്റവും സുരക്ഷിതമായ പ്രസവം ഉറപ്പാക്കാൻ ഇന്ന് ആധുനിക വൈദ്യശാസ്ത്രത്തിന് കൃത്യമായ വഴികളുണ്ട്. അതുകൊണ്ട് അറിവോടെയും ആത്മവിശ്വാസത്തോടെയും ശാന്തതയോടെയും ഇരിക്കുക.